ധ്രുവൻ്റെ അതികഠിനമായിരിക്കുന്ന തപസ്, അതിൽ ചരാചരങ്ങളൊടക്കെ ഒട്ടാകെ സ്തംഭിച്ചു പോയി എന്നാണ് പറയണത്. ശ്വാസം നിന്നു അത്രേ. അങ്ങനെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട സമയത്ത് പാവം ഓർക്കാപ്പുറത്ത് നടന്ന സംഭവമാണ്. ആ കുട്ടിക്ക് വല്ലതും അറിയോ? 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ മഹാവിഷ്ണുവിനെ സ്തുതിക്കാൻ അറിയണ്ടേ? അപ്പോഴാണ് പറഞ്ഞു നിർത്തിയതാണ് ആ ഏറ്റവും വിശേഷപ്പെട്ട ശംഖ് ആരൂതിയാലും മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ശംഖുണ്ടല്ലോ, ആ ശംഖ് കൊണ്ട് കവിളൊന്ന് തലോടിയത്. അപ്പോൾ പെട്ടെന്ന് ധ്രുവൻ വാചാലനായി. മഹാവിഷ്ണുവിനെ സ്തുതിക്കണം, അതാണ് രംഗം. അങ്ങനെ ആ 5 വയസ്സായ കുട്ടി സ്തുതിച്ച സ്തുതിയാണ് ഭാഗവത കർത്താവ് നമ്മളോട് വിവരിച്ച് പറയുന്നത്. അതിലത്തെ ആ ആദ്യത്തെ ശ്ലോകമുണ്ടല്ലോ, അതുതന്നെയാണ് ബ്രഹ്മവിദ്യയിലും ഈശ്വര സാക്ഷാത്കാരത്തിലുമുള്ള അവസാനത്തെ സ്റ്റെപ്പും. അത്ര വിശേഷപ്പെട്ട ശ്ലോകമാണ്. ഞാൻ പറയേണ്ടായി ശ്രീമദ് ഭാഗവതേ വിദ്യാവതാം ഭാഗവതേ പരീക്ഷാന്ന്. നല്ലോണം അറിവുള്ള പണ്ഡിതന്മാരെ, കേമന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ ഭാഗവതം ഒരു പരീക്ഷയാണത്രേ. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നു, കേൾക്കണം നിങ്ങളെല്ലാവരും. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അമ്മ പറഞ്ഞയച്ചു, ഭൃത്യവത്സലനായ മഹാവിഷ്ണുവിനെ ഉപാസിക്കൂ, ആരാധിക്കൂ എന്ന്. എന്നിട്ട് മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് അനന്യഭാവത്തോടു കൂടി ആ പുരുഷനെ ധ്യാനിക്കണം എന്നാണ് പറഞ്ഞത്. ആ വാക്ക് ഇവിടെ പ്രയോഗിച്ചുകൊണ്ടാണ് ധ്രുവൻ്റെ സ്തുതി. പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നിങ്ങളും എല്ലാവരും ഭഗവാനെ ഒരു പുരുഷനായി കാണണം. എന്താ ഈ പുരുഷനായി കാണുക എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെ ഒരാളായി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ ഭഗവാനോട് സംസാരിക്കണം. ഈ സ്തുതി ഒരു സംസാരമല്ലേ? അതെ, സംശയമില്ല. പക്ഷേ ഇതൊരു സ്തുതി രൂപത്തിലുള്ള സംസാരമാണെന്നേ ഉള്ളൂ. ഭഗവാനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ആര്? 5 വയസ്സായ കൊച്ചൻ തൻ്റെ മനസ്സിലുള്ളത് തുറന്നങ്ങോട്ട് പറയുക. അമ്മ പറഞ്ഞ മാതിരി വന്നു, നാരദ മഹർഷി നിരുത്സാഹപ്പെടുത്തി, അതിന് ഞാൻ തക്ക മറുപടി നൽകി. അത് കേട്ട മഹർഷിക്ക് സന്തോഷമായി, തല കുളിർന്ന് എനിക്ക് ഉപദേശം തന്നു മന്ത്രം. ആ മന്ത്രമാണ് എനിക്ക് ആധാരം. അപ്പം അമ്മ പറഞ്ഞയച്ചു ഭഗവാനെ പുരുഷനായി ധ്യാനിക്കണമെന്ന്. ചതുർഭുജധാരിയായി തന്നെയാണ് ഞാൻ ധ്യാനിച്ചത്. ആ ഭഗവാൻ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭഗവാൻ എൻ്റെ ഉള്ളിൽ നടന്ന ധ്യാനത്തിൻ്റെ ഫലമായി പുറത്തിങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഉള്ളിലുള്ള ധ്യാനവും പുറത്ത് പ്രത്യക്ഷപ്പെടലും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ പുറത്തുള്ള ആൾ തന്നെയാണ് ഉള്ളിലും ഉള്ളത്. സാധാരണ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് സംസാരിച്ചുവല്ലോ പടക്കളത്തിൽ വെച്ച്. ആ ഭഗവത്ഗീത എന്ന് പറയുന്ന സംവാദത്തിൽ പറയുകയാണ് എന്ത്? യന്ത്രാരൂഢാനി മായയാന്ന് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാന്ന്. ഈശ്വരൻ എന്ന് പറയുന്ന പ്രഭാവം, സാന്നിധ്യമുണ്ടല്ലോ, ആ സാന്നിധ്യം എവിടെയാ? എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിലാണ് അധിവസിക്കുന്നത്. അപ്പോഴല്ലേ നമ്മളെ കൈകാലുകളെയും കണ്ണ്, ചെവി മുതലായ ഇന്ദ്രിയങ്ങളെയും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. റിമോട്ട് കൺട്രോൾ എത്ര സാധിക്കും? ഉള്ളിൽ തന്നെയുണ്ട്. ആ ഉള്ളിൽ കടന്നുകൂടിയതിന് വേറെ ഒരു അർത്ഥവും കൂടിയുണ്ട്. എന്താ? പെട്ടെന്ന് നോക്കിയാൽ ആർക്കും കാണരുത്. പെറ്റു വീണ കുട്ടി ആ വീണ സമയം മുതൽക്ക് എന്താ ചെയ്യുന്നത്? പുറത്താണ് നോക്കുന്നത്. ഭൂമിയിൽ വീണപ്പോൾ ഭൂസ്പർശമുണ്ടായി, എടുത്ത് കുളിപ്പിക്കാൻ പുറപ്പെട്ടവരുടെ കരസ്പർശമുണ്ടായി, ജലസ്പർശമുണ്ടായി. അങ്ങനെ സ്പർശത്തിലൂടെ തുടങ്ങി അത് കുറേശ്ശെ കേട്ടും രുചിച്ചും കണ്ടുമൊക്കെയാണ് വളർന്നത്. അപ്പോൾ അന്ന് മുതൽക്ക് എന്താ സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ജനിച്ചു വീണത് മുതൽക്ക് നമുക്ക് പുറം ബാഹ്യം
ഇതേ നമ്മുടെ മനസ്സിലുള്ളൂ. അപ്പോൾ ഈശ്വരനെ തേടുകയാണെങ്കിൽ നമ്മൾ എവിടെ തേടും? ഈ വിശാലപ്പെട്ട ലോകത്തിൻ്റെ സൃഷ്ടികർത്താവിനെ നമ്മൾ എല്ലാ സ്ഥലത്തും പോയി തേടും. ഒരു സ്ഥലം മാത്രം വിട്ടുകളയും. എവിടെയാ? അവനവൻ്റെ ഉള്ളിൽ. മനുഷ്യന് ബുദ്ധി നല്ലോണം ഉണ്ടപ്പാ, പക്ഷെ അവനെ ആലോചിക്കാൻ പറ്റണില്ല. ഈശ്വരൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആലോചിക്കില്ല. ഈശ്വരൻ എന്ന് പറയും, ഓടും ക്ഷേത്രങ്ങളിലേക്ക്, ക്ഷേത്രമായ ക്ഷേത്രം മുഴുവൻ ദർശിക്കും. എന്നിട്ട് മടങ്ങി വന്നിട്ടോ എല്ലാ ദേവന്മാരെയും അവിടെ വിട്ട് ഖാലിയായി മടങ്ങി വരും. ഞാനിവിടെ ഗുരുവായൂർ പോയി വരുന്നവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഗുരുവായൂരപ്പനെ അവിടെ വിട്ടിട്ട് പോന്നോ അതോ കൂട്ടിക്കൊണ്ടുവന്നോ എന്ന്. ഒരൊറ്റ ആൾ പറഞ്ഞിട്ടില്ല എന്നോട് ഞാൻ കൂട്ടിക്കൊണ്ടുപോന്നു എന്ന്. എങ്ങനെയാണ് അത് നടക്കുക? ആലോചിച്ച് നോക്കൂ. ഭഗവാനെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹം പുറത്തില്ലാത്തത് കൊണ്ടാണ്. പുറം കണ്ടാണ് നമ്മുടെ അനുഭവം പരിചയം എല്ലാം തന്നെ. അപ്പം നാം തേടുന്നത് പുറത്താ. ഭഗവാൻ ഉണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടട്ടെ എന്ന് പറയുന്നവരാ. അങ്ങനെ പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ആർക്ക്? അർജുനന്. വിശ്വരൂപം കാണണം, വിശ്വരൂപം കാണണം എന്ന് പറഞ്ഞു. കാട്ടിത്തരാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് കാട്ടിക്കൊടുത്തപ്പോഴോ പാവം പേടിച്ചു. വേഗം ഇത് പിൻവലിക്കണേ, എനിക്കിത് കാണാൻ പറ്റില്ല എന്നായി. അപ്പോൾ പുറത്തുള്ള ഈശ്വരനെ കാണാൻ ഒരാൾക്കും ശക്തിയില്ല, മനസ്സുമില്ല, തയ്യാറുമില്ല. അകത്തുള്ള ഈശ്വരനെ കാണാൻ നമുക്ക് കണ്ണുമില്ലല്ലോ. അവിടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആലോചന കൊണ്ടും തത്വവിചാരം കൊണ്ടും ധ്യാനം കൊണ്ടും മനനം കൊണ്ടും ശ്രവണം കൊണ്ടും ഒക്കെ വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. നമ്മുടെ പരീക്ഷിത്ത് മഹാരാജാവ് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. കേൾക്കണുണ്ടോ ഞാൻ പറയണത്? ഒന്നും ചെയ്തില്ല. ഭക്ഷണവും ഇല്ല, ജലപാനവും ഇല്ല. അപ്പം അദ്ദേഹത്തിന് മൂത്രശങ്കയ്ക്ക് പോലും എണീറ്റ് പോകേണ്ട ആവശ്യമില്ല. ഇരുന്നേടത്തിരുന്നു. ശുകമഹർഷി പറഞ്ഞത് മുഴുവൻ കേട്ടു, സംശയങ്ങൾ ചോദിച്ചു, അതിന് നിവാരണം വരുത്തി. അങ്ങനെ ശുകമഹർഷിയുടെ രൂപത്തിൽ പരീക്ഷത്തിൻ്റെ മനസ്സിൽ തുടർച്ചയായിട്ടുള്ള തത്വമനനമാണ് നടന്നത്. ആ മനന തപസ്സ. എന്തിനെക്കുറിച്ചുള്ള മനനം? ഭഗവാനെക്കുറിച്ച്. ഭഗവാൻ ആരാണ്, എന്താണ്, എന്തിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്? ഭഗവത് ശബ്ദത്തിന് എന്താ അർത്ഥം? ഈ ശബ്ദം നമ്മൾ ഉണ്ടാക്കിയതല്ലേ? അതിന് അർത്ഥവും വ്യാപ്തിയും പറയേണ്ടവർ നമ്മളല്ലേ? അക്ഷരമാല മുഴുവൻ മനുഷ്യകൃതമാണല്ലോ, ഈശ്വരകൃതമല്ലല്ലോ. അപ്പം നമ്മുടെ അക്ഷരങ്ങളും പദങ്ങളും ഉപയോഗിച്ച് നാം എന്തെല്ലാം വ്യപദേശിക്കുന്നുണ്ടോ, ആ വ്യപദേശിക്കുന്ന വിഷയങ്ങളെ മുഴുവൻ കൂടുതൽ വിശദീകരിക്കേണ്ടതും നമ്മളാണ്. അങ്ങനെ ഒരാലോചന നിങ്ങളുടെ മനസ്സിൽ വരട്ടേപ്പാ. അപ്പം ആ കുട്ടി സ്തുതിക്കുകയാണ്, യോം ദഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തിധരഃ സ്വധാംനാ. ഈ 2 വരി മതി ഈശ്വര സാക്ഷാത്കാരത്തിന്. ആരാണോ യഹ അന്തഃപ്രവിശ്യ, ഉള്ളിൽ പ്രവേശിച്ച്. നിങ്ങളാരും വിളിച്ചു വരുത്തണ്ട ഭഗവാനെ. ഭഗവാൻ ഇപ്പോഴും ഓൾറെഡി ജനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഹൃദയത്തിൽ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടി ഗർഭകോശത്തുനിന്ന് പുറത്തു വരണം എന്ന് വിചാരിച്ച് ഉത്സാഹിച്ചു വരാൻ തുടങ്ങിയത്. ഗർഭപാത്രത്തിൽ സമയോചിതമായ ഒരു വേദനയും ഒരു ഇറുക്കവും അനുഭവപ്പെട്ടു. അങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഭഗവാനെ നിങ്ങൾ ആരും വിളിച്ചു വരുത്തണ്ടാപ്പാ. ഉള്ള സാന്നിധ്യത്തെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ തത്വവിചാരത്തിൽ പ്രത്യേകമായ ഒരു മാറ്റം വരുത്തൂ. ഞാൻ തേടുന്ന ഭഗവാൻ ഇപ്പോൾ തന്നെ എനിക്ക് സിദ്ധമാണ്. എൻ്റെ മനസ്സിലും ബുദ്ധിയിലും ഉള്ളിലിരിക്കണു. ആ ഉള്ളിലിരിക്കണു എന്ന് പറഞ്ഞ് അന്വേഷിച്ചാൽ ഭഗവാനിലേക്കുള്ള ദൂരം എത്രയായി? വട്ടപൂജ്യം. അല്ലെങ്കിലോ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 100, 1000, 10,000 ഇത്യാദിയാണ്. പിങ്കള പറയണു, സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ. ആ പിങ്കള പശ്ചാത്തപിക്കുകയാണ്. ഇത് കൃഷ്ണൻ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് ഉദ്ധവനോട് തൻ്റെ അവസാനത്തെ ഉപദേശത്തിൽ. സമീപേ സന്തം എന്നൊരൊറ്റ വാക്കവിടെ. സമീപേ സന്തം. അയ്യോ അയ്യോ അയ്യോ, ഞാൻ എന്താ ഇത്ര ദിവസവും ചെയ്തത്? എൻ്റെ ഉള്ളിൽ ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാ? ശരീരമല്ല ഏറ്റവും അടുത്ത്, മനസ്സാണ്. അതിനേക്കാൾ അടുപ്പത്തിലാണ് ബുദ്ധി, അതിലും അടുപ്പത്തിലാണ് അഹങ്കാരം, അതിലും അടുപ്പത്തിലാണ് അന്തരാത്മാവ്. അപ്പം ഏറ്റവും അടുത്താണ് ആര്? ഭഗവാൻ. ആ ഭഗവാനെ ഞാൻ വിട്ടു കളഞ്ഞു. എന്നിട്ടോ
ഈ ലംബടന്മാരായി കാശിന് വിലയില്ലാത്ത മനുഷ്യരോടുകൂടി അവർക്ക് വേണ്ടി എൻ്റെ ശരീരം വിറ്റ് കഴിഞ്ഞു ഞാൻ എന്ന് പറഞ്ഞ് പരിതപിക്കുന്നു. അപ്പോൾ ഈ ഉള്ളിലാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടരെ നിങ്ങൾ ചെവികൾ കടം മേടിച്ച് കേൾക്കണം. നിങ്ങളുടെ ഭക്തി സഞ്ചാരത്തിൽ പ്രധാനമായ ഒരു മാറ്റം ഇവിടെ വരാനുണ്ട്. ഞാൻ ഭഗവാൻ ഈശ്വരൻ എന്ന് പറഞ്ഞ് ഉറ്റുനോക്കുന്നത് പ്രത്യക്ഷമായ ഒരു സാന്നിധ്യമല്ല, പ്രത്യക്ഷ വസ്തുക്കളിൽ അന്തർലീനമായോ അന്തർഗതമായോ ഉള്ളിൽ വ്യാപകമായി കിടക്കുന്ന ഒരു സാന്നിധ്യമാണത്. ഈശ്വരൻ ഒരു സാന്നിധ്യമാണ്, സാന്നിധ്യമാണ്, സാന്നിധ്യമാണ് എന്നിങ്ങനെ നിങ്ങൾ വിചാരിക്കാൻ തുടങ്ങണം. അതുവരെ നിങ്ങൾ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് അന്വർത്ഥത വരില്ല. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം, ആരാണോ ഉള്ളിൽ പ്രവേശിച്ച് മമ എൻ്റെ ഇമാം വാചം ഈ വാക്കിന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭഗവാൻ ഉണ്ടോ എന്നുള്ളതിന് തെളിവെന്താ? നമ്മുടെ നാവും പല്ലും ചുണ്ടും ഉപരിഭാഗവും എല്ലാം കൂടിയിട്ട് പല വിധത്തിലുള്ള സ്വരങ്ങളും ശബ്ദങ്ങളും വ്യഞ്ജനങ്ങളും പദങ്ങളും വാക്യങ്ങളും ഖണ്ഡികകളും എല്ലാം പുറപ്പെടുവിക്കുന്നു. കൃഷ്ണൻ പറയുകയാണ് ശബ്ദപ്രപഞ്ചം എന്ന്. ശബ്ദപ്രപഞ്ചം നമ്മൾ രചിക്കുന്നതാണ്. ഈ ദൃശ്യപ്രപഞ്ചം ഭഗവാൻ രചിച്ചതാകാം. പക്ഷേ അതിലുള്ള മനുഷ്യൻ്റെ മുഖത്തിൽ നിന്ന്, നാവിൽ നിന്ന്, ശബ്ദകോശത്തിൽ നിന്ന്, ശബ്ദനാളത്തിൽ നിന്ന് എന്തെല്ലാം ശബ്ദം വരുന്നുണ്ടോ സമുച്ചയ രൂപത്തിൽ, അത് എത്രയാണെന്ന് പറയാൻ പറ്റുമപ്പാ? മലയാളത്തിലാണെങ്കിൽ 51 അക്ഷരമാണ്, സംസ്കൃതത്തിലാണെങ്കിൽ 48 അക്ഷര. സ്വരവും വ്യഞ്ജനങ്ങളും അർദ്ധവ്യഞ്ജനങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് ഈ വ്യഞ്ജനങ്ങളും സ്വരങ്ങളും അർദ്ധവ്യഞ്ജനങ്ങളും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാക്കുകൾ എത്രയുണ്ടെന്നൊന്ന് പറയൂ. 1,25,000 ശ്ലോകമാണ് മഹാഭാരതത്തിൽ വ്യാസദേവൻ രചിച്ചത്. 18,000 ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ. 48 അക്ഷരം കൊണ്ട് രചിച്ചതാണ് 18,000 ശ്ലോകങ്ങൾ. ഈ 18,000 ശ്ലോകങ്ങളിൽ എത്ര അക്ഷരങ്ങളും പദങ്ങളും ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ എത്രയെത്ര പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ആധുനിക സാഹിത്യങ്ങൾ, ഇതെല്ലാം കൂടി കണക്കാക്കിയാൽ നമ്മുടെ ശബ്ദപ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി ഒന്ന് അളന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? പറയരുത് കേട്ടോ. ഇന്നത്തെ കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്യാത്ത സംഗതിയില്ല. ലോകത്തിലുള്ള സമുദ്രതീരങ്ങളിലെ മണൽത്തരി വരി എത്രയുണ്ട് എന്ന് ഗൂഗിളോട് ചോദിച്ചാൽ അതിന് മറുപടി പറയും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, അത്ര വലിയ ഫിഗറാവും. അപ്പം ശബ്ദപ്രപഞ്ചം അതൊരു വലിയ പ്രപഞ്ച. നോക്കൂ ഇവിടെ എന്താ? യോന്തഃപ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്താം സഞ്ജീവയതി. എന്താണ് പ്രയോഗം? ഭഗവാനെ തേടണമെങ്കിൽ ഉള്ളിൽ തേടൂ. ഉണ്ടെന്നുള്ളതിന് തെളിവെന്താ? നമ്മുടെ നാവ്, നമ്മുടെ പല്ല്, നമ്മുടെ തൊണ്ണ്, ഇതെല്ലാം കൂടി ഒരു വിജ്ഞാന പ്രപഞ്ചമാണ് വെളിപ്പെടുത്തുന്നത്. വിജ്ഞാന പ്രപഞ്ചമാണ് വെളിപ്പെടുത്തുന്നത്. അതിലുള്ള ശബളതയുണ്ടല്ലോ, വർണ്ണശബളത, ബഹുത്വം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ വാക്കിനെ അങ്ങിതാ സഞ്ജീവയതി, ഉജ്ജീവിപ്പിക്കുന്നു. ഞാൻ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു, മിണ്ടിക്കൊണ്ടിരുന്നില്ല, കണ്ണടഞ്ഞിരിക്കുക. എൻ്റെ ഉള്ളിൽ അങ്ങയുടെ രൂപം ഇങ്ങനെ കണ്ടു, മിന്നിത്തിളങ്ങണു. പെട്ടെന്ന് ആ മിന്നിത്തിളക്കം അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഞെട്ടി, കണ്ണു തുറന്നു, നോക്കിയപ്പോൾ അങ്ങ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്തുതിക്കേണ്ടതാണ്, എനിക്കുണ്ടോ അതിനറിയണു? അറിയില്ല. അങ്ങ് എന്ത് ചെയ്തു? ശങ്കെടുത്ത് എൻ്റെ കവിടുതലോടി. ഉടനെ ഞാൻ വാചാലനാകുന്നു. ഈ ശബ്ദം മുഴുവനും എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ആ ഒളിഞ്ഞു കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന ശബ്ദത്തെ ആരാണോ ഉജ്ജീവിപ്പിക്കുന്നത്? നോക്കൂ ഈ ഭാഗവത ശാസ്ത്രത്തിലുള്ള മഹിമ. അവിടെ നടന്ന സംഭവത്തിൻ്റെ ഏറ്റവും വലിയ സൂചന നൽകുന്നതാണല്ലോ ഈ കൊച്ചുകുട്ടിയുടെ സ്തുതിയുടെ ആദ്യത്തെ ശ്ലോകം തന്നെ. ഒന്നുമറിയാതെ മിണ്ടാതിരുന്ന ഞാൻ, സംസാരം തന്നെ ഉപേക്ഷിച്ച് മാസങ്ങളോളമായി. ആരോട് സംസാരിക്കാനാ? ഞാൻ ധ്യാനിച്ചിട്ടേ ഉള്ളൂ, അങ്ങയെ സ്തുതിച്ചിട്ടില്ല, ആരാധിച്ചിട്ടില്ല, ഒരു പൂജയും ചെയ്തില്ല, തപസ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ തപസ് ചെയ്ത്
മൗനശീലനായി മൗനവ്രതത്തിൽ കഴിയുന്ന ഞാൻ അങ്ങയെ കണ്ടിട്ട് എങ്ങനെ സ്തുതിക്കാനാ? പക്ഷേ എൻ്റെ നാവിത വാചാലമാകുന്നു ഭഗവാനെ. ഇതിന് കാരണം അങ്ങയാണെന്ന്. യോന്ത പ്രവിശ്യ, എവിടെ വേണമെങ്കിൽ ഭഗവാനെ വിളിച്ചാൽ വിളിപ്പുറത്താന്ന് പറയും. എന്താ ഈ വിളിപ്പുറത്ത്? ഓടിച്ചാടി വരുമൊന്നും വേണ്ട, ഉള്ളിന്ന് പുറത്തേക്ക് അങ്ങോട്ട് വരികയേ വേണ്ടൂ. ശബ്ദം വരുന്ന മാതിരി ഭഗവാൻ ഓടിയെത്തും. അദ്ദേഹത്തിന് കാല് വേണ്ട, കൈ വേണ്ട, ഒരു ഭൂതലമോ ആകാശമോ വേണ്ട സഞ്ചരിക്കാൻ. ഉള്ളിലുള്ളത് പുറത്ത് ടപ്പ് അങ്ങോട്ട് വരും. അതാണല്ലോ ഇപ്പോൾ സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന. തൻ്റെ ഇരിപ്പിടം കൊണ്ട് മാത്രമാണ് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ ഉദ്യോഗസ്ഥന്മാരോ CEO ഒന്നുമില്ല. ഭഗവാന്റെ സാന്നിധ്യം മാത്രം. ആ സാന്നിധ്യത്തിലൂടെ സർവകാര്യങ്ങളെയും ചലിപ്പിക്കുന്നു, സ്പന്ദിപ്പിക്കുന്നു. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ശബ്ദത്തെ ആരാണോ ഉജ്ജീവിപ്പിക്കുന്നത്? സ്വധാംന, തൻ്റെ ഇരിപ്പിടത്താൽ, പാർപ്പിടത്താൽ, തൻ്റെ സാന്നിധ്യത്താൽ. അന്യാംശ, ശബ്ദം മാത്രമാണോ പുറപ്പെടുവിക്കുന്നത്? അല്ല. ഹസ്തചരണശ്രവണത്വഗാദീൻ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹസ്തം കയ്യ്, ചരണം കാല്, കൈകാലുകൾ വളരെ പ്രധാനമാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്നുള്ള നിലയ്ക്ക്. നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാണ്. ആ കർമ്മേന്ദ്രിയങ്ങളിൽ വളരെ പ്രധാനമാണ് കയ്യ്, കാല്. നടക്കണമെങ്കിൽ കാല്, നിൽക്കണമെങ്കിൽ, ഇരിക്കണമെങ്കിൽ കാല്, കൈ കൊണ്ട് പിടിക്കാം. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട പ്രവൃത്തികൾ. അതിനുശേഷമാണ് ബാക്കിയുള്ള കർമ്മേന്ദ്രിയങ്ങൾ. ഹസ്തചരണ ശ്രവണത്വഗാദീൻ. പിന്നെ പറയണത് 2 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ശ്രവണം കാത്, ത്വക്ക് തൊലി. പ്രാണാൻ അത് വിട്ടുകളഞ്ഞില്ല, പ്രാണനും അതിൽ പെടുന്നു. നമോ ഭഗവതേ. അപ്പം എന്തൊക്കെയായി? ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ശബ്ദം അതിനെ ഉണർത്തിക്കൊണ്ടുവന്നു. അതേപോലെ കാലും കയ്യും കാതും ത്വക്കും മാത്രമല്ല, പ്രാണസ്പന്ദനങ്ങൾ, ഹാർട്ടിൻ്റെ മിടിപ്പ്, ലങ്സിൻ്റെ ചുങ്ങി വികസിക്കൽ, ഇതെല്ലാം തന്നെ പ്രവർത്തിപ്പിക്കുന്നത് അങ്ങയാണ്. അങ്ങനെ സദാ പ്രവർത്തിപ്പിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള അങ്ങയെ ഞാൻ പുരുഷൻ എന്നല്ലാതെ എന്താ പറയുക? ഞങ്ങളെപ്പോലെ ഒരാൾ. ആ ഒരാളിൽ ഈ അവയവങ്ങളും ഈ അംഗങ്ങളും ഉപാംഗങ്ങളും എല്ലാമുണ്ട്. അവയെല്ലാം പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വേണം കഴിഞ്ഞുകൂടാൻ. പുറമേ നിന്നാൽ നടക്കില്ല. ചരട് വലിക്കണമാതിരി വലിച്ചാൽ അത് നടക്കില്ല. ചിലപ്പോൾ ആ ചരടൊക്കെ ഒന്ന് പൊട്ടും, അത് രണ്ടാമത് ശരിയാക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് സമയം അതിന് പോവും. അയ്യോ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുമാവോ? ഹാർട്ട് ഫെയിലിയർ വരെ വന്നേക്കാം. അതൊന്നുമില്ലാതെ എല്ലാ സമയത്തും ഒരുപോലെ സർവകരണങ്ങളെയും പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഉള്ളിൽ തന്നെ വേണം ഭഗവാന്റെ സാന്നിധ്യം. അങ്ങനെയുള്ള അന്തർവാസിയായ അങ്ങയ്ക്ക്, അന്തരാത്മാവായ അങ്ങയെ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അങ്ങക്കിതാ എനിക്ക് നൽകാനുള്ളത് ഒന്നു മാത്രം, പ്രണാമം, നമസ്കാരം. നമസ്കാരം. നിങ്ങൾ ഈ ശ്ലോകം ഒന്ന് പഠിക്കുമോ കൂട്ടരെ? ശ്രീമദ് ഭാഗവതം കേൾക്കാനാണ് ഈ നൈമിഷാരണ്യത്തിൽ തത്വസമീക്ഷാസത്രം, ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാസത്രം, അതിന് ശ്രോതാക്കളായി എല്ലാവരും വരുന്നത്. ഇപ്പതാ ശ്രോതാക്കളല്ല, എല്ലാവരും പ്രേക്ഷകരായിരിക്കുകയാണ്. ആ പ്രേക്ഷകരെല്ലാവരും 19ാമത്തെ വർഷം നടക്കുന്ന ഈ നൈമിഷാരണ്യ മഹാസംഭവമുണ്ടല്ലോ, ഞാനതിനെ ഒരു ഭാഗവത തത്വസമീക്ഷാ സത്രം എന്ന് പറയുന്നതിലേറെ ജ്ഞാന മഹോത്സവം എന്നാണ് എനിക്ക് പറയാനിഷ്ടം. അവിടെ വരുന്നവർക്കൊക്കെ ഒരു ഉത്സവ പ്രതീതിയാണ് അവിടെ. എന്തുത്സവമാണ് അവിടെ? ആനയും പൂരവും പഞ്ചവാദ്യവും ചണ്ടയും മേളമൊന്നുമല്ല. അവിടെ നടക്കുന്നത് രണ്ട് കാര്യം: ജ്ഞാനദാനം, അന്നദാനം. ജ്ഞാനദാനം, അന്നദാനം, അന്നദാനം, ജ്ഞാനദാനം. എല്ലാ ദിവസവും പരിപാടി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു നാമസങ്കീർത്തന പ്രദക്ഷിണം വയ്ക്കാറുണ്ട് അവിടെ. അതാണ് പിന്നെ ഒരു സംഭവം. പിന്നെ ഗണപതി ഹോമവും പൂജയും അതൊക്കെയുണ്ട്, അതിൻ്റെ പാട്ടിൽ നടക്കണം. പക്ഷേ ജനങ്ങൾ പങ്കെടുത്ത് നടക്കുന്നത് എന്താ? ജ്ഞാനം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർ കേൾക്കണം.
പ്രവക്താവും ശ്രോതാക്കളും തമ്മിലുള്ള ഒരു സമ്പർക്കമാണ് ഈ പ്രവചനം എന്ന് പറയുന്നത്. ആ പ്രവചനം കേൾക്കാൻ ആളുണ്ട്, പറയാനും ഒരാളുണ്ട്. ഒരാൾ പറഞ്ഞാൽ മതി, ആയിരം കണക്കിന് ആളുകൾക്ക് കേൾക്കാം. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കണു. അതിനുശേഷം എല്ലാവരും കൂടി കൂട്ടായി നടത്തുന്നതാണ് ഒരേ സമയത്ത്. ഞാൻ ഓങ്കാരം ജപിച്ച് നിങ്ങളോട് ജപിക്കാൻ പറയാറുണ്ടല്ലോ എൻ്റെ കൂടെ, അതുപോലെ കൂട്ടായി ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ് ജപം. അതും സിമ്പിൾ, വളരെ ലളിതമായ ജപമാണ് ഭഗവാന്റെ നാമങ്ങൾ. അതിൽ മഹാമന്ത്രം എന്ന് പറയുന്നതാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ ചൊല്ലി കുറച്ച് താളത്തോട് കൂടിയിട്ടാണ് അവിടെ ചെല്ലുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇങ്ങനെ ജപിക്കും. ഈ ജപാണ് എല്ലാവരും കൂടി കൂട്ടായി നടത്തുന്നതാണ്. എന്താണ് അവിടെ ആനന്ദ നൃത്തം. വൃന്ദാവനം എല്ലാ കൊല്ലവും അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് എല്ലാവരും പറയാറുള്ളത്. നിങ്ങൾ ആരെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടോ? കുറേ പേരുണ്ടാവും. ഇല്ലാത്തവരെ ഇനി അവിടെ നടക്കുമ്പോൾ വിട്ടുപോകരുത്, വരണം, കേൾക്കണം. നാമസങ്കീർത്തനത്തിൽ പങ്കെടുത്ത് ആടി പാടി ആനന്ദ നൃത്തം വയ്ക്കണം നിങ്ങളെല്ലാവരും. എന്തിനാണ് ഈ ശരീരം? എന്തിനാണ് നമ്മുടെ നാവ്? എന്തിനാണ് കണ്ണ്? എന്തിനാണ് കാത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട് എന്തിനാന്നൊക്കെ. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം ഞാൻ പ്രഹ്ലാദൻ്റെ പറയുന്ന സമയത്ത് ഹരേ എന്ന് പറയുന്നുണ്ടല്ലോ, ജഗത്പതേന്ന്. ആ സമയത്ത് എല്ലാവരും കൂടി ഇവിടെ ചൊല്ലണം. ഞാനിവിടെ ചൊല്ലി ഏറ്റു ചൊല്ലിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലണം. ചൊല്ലില്ലേ? ചോദിക്കാൻ തന്നെ പാടില്ലാത്തതാ, ചൊല്ലും. അതിനാണല്ലോ വന്നിരിക്കുന്നത്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തിധരഃ സ്വധാംനാ സഞ്ജീവയത്യഖിലശക്തിധരഃ സ്വധാംനാ സഞ്ജീവയത്യഖിലശക്തിധരഃ സ്വധാംനാ അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ അന്യാംശ്ച ഹസ്തചരണ ശ്രവണ ത്വഗാദീൻ അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം എല്ലാവരും പറഞ്ഞോ? നിങ്ങൾ എനിക്ക് വേണ്ടിയെങ്കിലും പറയണം, ഭൂമാനന്ദസ്വാമിക്ക് വേണ്ടിയെങ്കിലും നിങ്ങളിത് പഠിച്ച് പറയണം. നിങ്ങൾ പറയണത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ കേൾക്കണം. കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയണത് കേട്ട് പിറുപിറുത്ത് തുടങ്ങണം.
കുറച്ച് കഴിയുമ്പോഴേക്കും അവർ വേഗം പഠിക്കും. ഈ ഒരൊറ്റ ശ്ലോകം മതി നമ്മുടെ ഭാരത ജനനിയിൽ അനാദികാലം മുതൽക്ക് പൊട്ടിമുളച്ച് തട്ടിത്തഴച്ച് പല വിദേശ ആക്രമണങ്ങൾക്ക് കീഴിലായി നമ്മുടെ ഭാഷ വരെ തുടച്ചു മാറ്റി പുതിയ ഭാഷ പഠിപ്പിച്ച് പലതും ചെയ്തു നോക്കിയിട്ടും ആ സംസ്കാരം ഇതുവരെ കൂമ്പടഞ്ഞു പോയിട്ടില്ല. ഈ വേദങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് കേട്ട് പഠിക്കുകയാണ്. കേട്ട് പഠിക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർ വേണം. ഏതെങ്കിലും ഒരു തലമുറയിൽ, ഞാൻ പറയണതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ നിങ്ങൾ, ഏതെങ്കിലും ഒരു തലമുറയിൽ പറഞ്ഞു കൊടുക്കാനോ പറഞ്ഞത് കേട്ട് പഠിക്കാനോ ആളില്ലാതെ വന്നിരുന്നെങ്കിൽ ഈ വേദസാഹിത്യം മുഴുവനും നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. അത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇതാണ് ഭാരതത്തിൻ്റെ മഹാത്മ്യം. If you ask me what is the greatness of India, the greatness of India is in having been able to preserve this legacy. ഒരൊറ്റ തലമുറ എത്ര കാലം ഉണ്ടാവും? അത് 25, 30, 40. ആ 40 കൊല്ലത്തിൽ ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാനോ കേട്ട് പഠിക്കാനോ ഇല്ലാതെ വന്നിരുന്നെങ്കിൽ ദ ഹോൾ സാഹിത്യം, ആ സാഹിത്യം മുഴുവനും നമുക്ക് നഷ്ടപ്പെട്ടു പോയേനെ. നിങ്ങളെന്താ പറയണത്? എത്ര തലമുറ ഇവിടെ ഉണ്ടായിപ്പോയി. അനാദികാലം മുതൽക്ക് തുടങ്ങിയതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഞാൻ ഈ വായിക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ഗ്രന്ഥം 1400 കൊല്ലം മുൻപ് മിനിമം രചിച്ചതാണത്. 1400 കൊല്ലങ്ങളായി ഈ ടെക്സ്റ്റ് നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെടാതെ ഇരിക്കുന്നുണ്ടല്ലോ. ഇത് വായപ്പെട്ടതാ. 335 അധ്യായങ്ങളാണ്. 40 മണിക്കൂർ വേണം വേഗം വായിച്ചു തീർക്കാൻ. അങ്ങനെ ഒരു ഗ്രന്ഥം എങ്ങനെയാണ് കൂട്ടരെ നമ്മുടെ നാട്ടിൽ ഇത്ര കാലമായി നിലനിന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറയിൻ. നിങ്ങളുടെ കുട്ടികളെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മുഴുവനും ഇരുന്ന് ചിന്തിച്ച് സംസാരിച്ച് ആലോചിച്ച് വിമർശിച്ച് പരിഗണിച്ച് നിഗമനത്തിലെത്തിച്ചേരട്ടെ. 18,000 ശ്ലോകങ്ങളുള്ള ഒരു ടെക്സ്റ്റ് നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെയാണ് നിലനിന്നത്? എന്നാലോ സ്കൂളുകളിലൊന്നും പഠിപ്പിച്ചതല്ല, അത് പാഠശാലകളിൽ പഠിപ്പിച്ചതല്ല. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പുറത്തുള്ളവരാ. അവരുടെ മനസ്സിലുള്ള ഭക്തി കൊണ്ട്, സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, അഭിനിവേശം കൊണ്ട്, ഉത്സാഹം കൊണ്ട്, പ്രതിബദ്ധത കൊണ്ട് ഇത് പഠിച്ച് നിലനിർത്തി പോന്നതാണ്. ആരുടെ മനസ്സിലാണോ ഇങ്ങനെ വിശേഷപ്പെട്ട ഒരു പ്രതിബദ്ധത രൂപപ്പെട്ട് നിലനിന്നത്, ആ ആൾ അല്ലെങ്കിൽ ആ ഒരു പിടി ആൾക്കാരെ പറ്റി നിങ്ങൾ എന്താണ് പറയേണ്ടതപ്പാ? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഇതേമാതിരി പ്രതിബദ്ധതയുള്ള കുറേ സന്താനങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്താനാഭിലാഷം മനസ്സിൽ പുലർത്തുന്നുണ്ടെങ്കിൽ ഇതാണ് അതിനുള്ള വഴി. എനിക്കുണ്ടാവുന്ന കുട്ടി, എൻ്റെ മക്കൾക്കുണ്ടാവുന്ന കുട്ടികൾ ഇതേമാതിരി ഒരു പ്രതിബദ്ധതയുള്ളവരാവണം. ഇതേമാതിരിയുള്ള ഒരു പ്രതിബദ്ധത അവർക്കുണ്ടാവണം. താൻ ജനിച്ച ഭൂമി, അവിടെ ജനിച്ചു വളർന്ന് നിലനിന്ന് പോകുന്ന സംസ്കാരം, അതിനെ അളക്കാൻ പറ്റില്ല. ശ്രീമദ് ഭാഗവതം എന്ന് പറയുമ്പോൾ പരീക്ഷത്തിന് ഓർമ്മ വരാതെ പറ്റില്ല. പ്രായം ചെന്ന് അനുഭവസമ്പന്നനായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ്, അദ്ദേഹമാണ് പൊടുന്നനെ എല്ലാം ഉപേക്ഷിച്ചു വന്നിരിക്കുന്നത്. ശ്രീരാമൻ പെട്ടെന്ന് അഭിഷേകം വിട്ട് 14 കൊല്ലം വനവാസത്തിലേക്ക് പോയി നാം കേട്ടിട്ടുണ്ട്. പഞ്ചപാണ്ഡവന്മാർ കള്ളച്ചൂതിൽ തോൽപ്പിച്ച് അവരെ 12 കൊല്ലക്കാലം വനത്തിലേക്ക് അയച്ചു. ഇവരെല്ലാവരും ഒരു ശങ്കയോ രണ്ടാമതൊരു വാക്കോ മുറുമുറുപ്പോ ഇല്ലാതെ വിട്ടുപോയവരാണപ്പാ. എൻ്റെ കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ മനസ്സിനെ ഗ്രഹിക്കാൻ സാധിക്കുന്നത് പോലെ ത്യജിക്കാനും സാധിക്കും. ത്യാഗം നമ്മുടെ വീര്യമാണ്, നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ സമ്പത്താണ്, നമ്മുടെ വൈഭവമാണ്. ഗ്രഹിക്കാൻ വേണ്ട ശക്തിയേക്കാൾ എത്രയോ കൂടുതലാണ് ത്യജിക്കാൻ നമുക്ക് വേണ്ടത്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി. 1400 കൊല്ലങ്ങളായി, എത്ര തലമുറ കഴിഞ്ഞു. ഈ ശാസ്ത്രം
ഒരു ഹ്രസ്വം ദീർഘമാകാതെ, ദീർഘം ഹ്രസ്വമാകാതെ, രണ്ടും പൊയ്പോകാതെ ഇവിടെ നാം നിലനിർത്തി പോരുന്നുണ്ട്. ചില സമസ്ത പദങ്ങളൊക്കെയുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണ് ഉച്ചരിക്കാനൊക്കെ. അതൊക്കെ പാട്ട് വെള്ളം വെള്ളം പോലെ വായിക്കുന്നവർ ഇന്നും ഉണ്ട് നമ്മുടെ രാജ്യത്തിൽ. കേരളത്തിൽ 100ഉം 1000ഉം സപ്താഹങ്ങളാണത്രേ പ്രതിദിനം നടക്കുന്നത്. നിങ്ങൾ എന്തു പറയണു അപ്പാ? ശ്രീമദ് ഭാഗവതത്തെ പറ്റി ഒന്ന് കേൾക്കെങ്കിലും ചെയ്യാത്ത കുടുംബമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമദ് ഭാഗവതം ഒരു പുസ്തകം വാങ്ങി വീട്ടിൽ വയ്ക്കൂ, വല്ലപ്പോഴൊക്കെ ഒന്ന് വായിക്കൂ. അസ്വസ്ഥത വരുമ്പോഴെങ്കിലും വായിക്കൂ, ആസ്പത്രിയിൽ കിടക്കുമ്പോഴെങ്കിലും വായിക്കൂ. പലതരത്തിൽ അത് സംക്ഷിപ്ത രൂപത്തിൽ എഴുതിയൊക്കെയുണ്ട്, പലതരത്തിലുള്ളതുമുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രീമദ് ഭാഗവതം മൂലമെടുത്ത് ഏതെങ്കിലും ഒരു 50 ശ്ലോകം, ഒരു 100 ശ്ലോകമെങ്കിലും പഠിക്കൂ. അങ്ങനെ 100 ശ്ലോകം വേണം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞു തരാം. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ധ്രുവൻ്റെ സ്തുതി ഇതിൽ തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ അങ്ങോട്ട് ധാരാളമുണ്ട്, കുറേ കൂടിയുണ്ട്. അതിൽ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം. എന്താ? എൻ്റെ മനസ്സിൽ അതിനോടുള്ള ആസ്വാദനം വളരെ അധികമായതുകൊണ്ട് ആ ആസ്വാദനം നല്ലത് അനുഭവിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊന്ന് പങ്കിട്ട് കൊടുക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ. ആ നിലയ്ക്ക് ഭൂമാനന്ദ സ്വാമി പറയുന്നതാണ്. സത്യാശിഷോ ഹി ഭഗവൻ തവ പാദപത്മം ആശീസ്തഥാനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവാൻ പരിപാതി ദീനാൻ വാശ്രേവ വത്സകം അനുഗ്രഹകാതരോസ്മാൻ. ഇതിൽ ആ കുട്ടി പറയുകയാണ്, വാശ്രേവ വത്സകം. പെറ്റ കുട്ടിയെ ആ പ്രസവിച്ച തള്ളപ്പശു എന്ന പോലെ എന്ന് പറയുക. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം, പശു അവസാനം പ്രസവിക്കണത് 4 കാലും വിരിച്ച് തല ഇങ്ങനെ വെച്ചുകൊണ്ടാണ്. ആ ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വരണമെങ്കിൽ വലിയൊരു ഉടലാണല്ലോ, പാവം നല്ല വേദനയുണ്ടാവും. ആ വേദനയൊക്കെ അനുഭവിച്ച് ആ ചുമട് പുറത്തേക്ക് പോയതും ആ പയ്യെ തട്ടിപ്പടഞ്ഞ് എണീക്കും. എണീറ്റിട്ട് എന്താ ചെയ്യുക? ആ കുട്ടിയെ നക്കുക. അപ്പം ആ കുട്ടിയെ നക്കുന്നതിൽ ആ പശുവിന്, തള്ളപ്പശുവിന് വലിയ ഒരു തിരക്കും ധൃതിയും അക്ഷമയുമാണ്. അത് പറയുക വാശ്രേവ വത്സകം. ആ പെറ്റ പശു ജനിച്ച കുട്ടിയെ എന്ന പോലെ അനുഗ്രഹകാതരോസ്മാൻ അപ്യേവമാര്യ ഭഗവാൻ പരിപാതി ദീനാൻ. അങ്ങ് എവിടെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. എന്നോട് അമ്മ പറഞ്ഞു അങ്ങയെക്കുറിച്ച് തപസ് ചെയ്യണമെന്ന്. അമ്മ പറഞ്ഞില്ല ഇന്ന പ്രകാരമാണെന്ന്, ഒന്നേ പറഞ്ഞുള്ളൂ, നിൻ്റെ മനസ്സ് ശുദ്ധമാവത്തക്ക വിധം അനന്യമായ ഒരു ഭാവം നിൻ്റെ മനസ്സിൽ വേണം. ഭഗവാനെ മാത്രം ആശ്രയിക്കണം. അമ്മയുടെ അടുത്ത് നിന്ന് പോയി അച്ഛനോ മടിയിലിരുത്താൻ അനുവദിച്ചുമില്ല. അപ്പം രാജധാനിയും കൊട്ടാരവും ഒക്കെ പോയി കഴിഞ്ഞു, നിൻ്റെ പിന്നിലൊന്നുമില്ല, നീ മാത്രമേ ഉള്ളൂ. അപ്പം നിൻ്റെ മനസ്സിന് അനന്യമായ ഒരു ഭാവം, ആശ്രയം ഭഗവാനോട് ഉണ്ടാവട്ടെ, നിൻ്റെ മനസ്സ് ശുദ്ധമാവട്ടെ എന്ന് ഇത്രയേ പറഞ്ഞുള്ളൂ. അത് വെച്ചുകൊണ്ട് ഞാനിവിടെ എനിക്ക് അറിയുന്ന മാതിരി അങ്ങയെക്കുറിച്ച് ധ്യാനിച്ചു. ഒരു വിദ്വത്തൊന്നും എനിക്കില്ല. നാരദ മഹർഷി തന്ന ഒരു മന്ത്രം മാത്രം അരയും കുറയുമായിട്ട് എനിക്ക് അറിയാവുന്ന തരത്തിൽ ഞാൻ ജപിക്കുന്നു. ഇത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ആ ജപത്തിൻ്റെ വെളിച്ചത്തിൽ എന്നിൽ പലവിധത്തിലുള്ള പരിവർത്തനങ്ങൾ വരുത്തി ഒന്നൊന്നായി വിടണം എന്നെനിക്ക് തോന്നി. ഞാൻ വിട്ടു. അവസാനം ശ്വാസം മാത്രമേ ഉള്ളൂ. ഒരു വിഷമവും എനിക്കുണ്ടായില്ല. കോണിപ്പടി കയറുന്നത് മാതിരിയാണ് ഞാനിത് കയറി പോകുന്നത്. ഈ തപസ്സിൻ്റെ ഓരോ പതനവും ഓടിയെത്തിയിരിക്കണു എൻ്റെ മുൻപിൽ വരാൻ. എന്നിട്ട് കവിള് തലോടി ശംഖ് കൊണ്ട്. ഇതിലേറെ എന്തുണ്ട്? ആർക്കാണ് ഇങ്ങനെ ഒരു അനുഗ്രഹം, ഇങ്ങനെ ഒരു സാമീപ്യം ഇത്ര പെട്ടെന്ന് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്? 6 മാസത്തോളം മറ്റോ ആയുള്ളൂ. 5 വയസ്സാണ് എനിക്ക്. ഒന്നും അറിയാത്തൊരു കുട്ടി. ആ കുട്ടിയുടെ രീതിയിലാണ് ഉപാസിക്കുന്നത്. എന്നാലും ദീനന്മാരെ രക്ഷിക്കാൻ പെറ്റ പശുവിന്, പെറ്റുവീണ കുട്ടിയെ നക്കിത്തോർത്താൻ എത്രത്തോളം ജാഗ്രതയും ധൃതിയും ക്ഷമക്കേടും ഉണ്ടാകുമോ അതുപോലെ
അനുഗ്രഹകാതരോസ്മാൻ. അനുഗ്രഹകാതര. ഭഗവാന് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തിരക്കും ധൃതിയുമാണത്രേ. വീട്ടുകാര്യങ്ങൾ നോക്കണു, ഒരു ടെലിഫോൺ വന്നിട്ടുണ്ട്, ഞാനിത് കഴിഞ്ഞിട്ട് വരാം എന്നൊന്നും അദ്ദേഹം പറയാൻ പോണില്ല. എവിടെ രക്ഷിക്കണമെന്ന് തോന്നിയോ അവിടെ കുതിച്ചെത്തി. സെക്കൻഡ് വേണ്ട, നിമിഷം വേണ്ട, അതൊക്കെ ലംഘിച്ച്, സമയത്തെ ലംഘിച്ച് കടന്നു ഓടി വരുന്ന ആളാണെന്ന് നോക്കൂ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ വിവരണമൊന്ന് കേൾക്കൂ കൂട്ടരെ നിങ്ങൾ. പെറ്റ വീണ കുട്ടിയെ, ആ പെറ്റ പശു എങ്ങനെ തിരക്ക് പിടിച്ചെണീറ്റ്, അതിനാ വേദനയും വിഷമവും ഒന്നും ഓർമ്മയില്ല, ടപ്പ് എണീറ്റു, ശക്തി കടം മേടിച്ച്, എന്നിട്ട് നക്കാൻ തുടങ്ങി. അതുപോലെയുള്ള തിരക്കാണത്രേ അങ്ങയ്ക്ക്. ഈശ്വരനെ പറയാണ് പുരുഷാർത്ഥമൂർത്തേഹ. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പദങ്ങളുടെയും വിവരണങ്ങളുടെയും വിശേഷണങ്ങളുടെയും മഹിമ. പുരുഷാർത്ഥമൂർത്തിയാണ് അങ്ങ്. അങ്ങനെ മഹാവിഷ്ണുവിനെ സ്തുതിച്ച് അവസാനിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, നിൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കണം, എല്ലാം തീർത്തു തരാം. നീ എന്തു പറഞ്ഞിട്ടാണോ വീട് ഉപേക്ഷിച്ച് വന്നത്, അച്ഛൻ്റെ മടിയിലിരിക്കാൻ പറ്റിയില്ല. അമ്മയുടെ അടുത്ത് സങ്കടമായി കരച്ചിലുമായി ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, എന്നെപ്പോലും ഇവിടെ അപമാനിക്കുന്ന ഒരു രാജധാനിയാണത്, എനിക്കുമില്ല ആ സ്ഥാനം. അതുകൊണ്ട് എൻ്റെ പൊന്നു കുട്ട, നിന്നോട് എനിക്ക് പറയാനുള്ളത്, കവിഞ്ഞ വാത്സല്യമുണ്ട് എനിക്ക്. 5 വയസ്സ് പ്രായമേ നിനക്കായിട്ടുള്ളൂ. ഇതൊക്കെ ആയാലും ഞാനിതാ എൻ്റെ സർവസ്വവും വിട്ട് നിന്നെ പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദാ പൊക്കോളൂ തന്നെ മധുവനത്തിലേക്ക് എന്ന് പറഞ്ഞു വിട്ടു. അപ്പം ഒക്കെ എനിക്കറിയാം. നിനക്ക് എന്തു വേണോ അതൊക്കെ ഞാൻ തരാം. അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റാത്തൊരു വിഷമമാണല്ലോ, നീ തിരിച്ചു പോ, എന്തുണ്ടാവണമെന്ന് കാണുക. ആ അച്ഛനും ആ ചിറ്റമ്മയും ഒക്കെ എന്താ എങ്ങനെയാ അതൊക്കെ കാണും, ആ ഉത്തമനും എല്ലാം ഇങ്ങനെ പറഞ്ഞ് നീ കുറച്ചു കാലം രാജ്യം ഭരിക്കും. ഉത്താനപാദൻ അച്ഛൻ മരിച്ചു പോകും. ഉത്തമനും എല്ലാവരും പോയതിന് ശേഷം ദീർഘകാലം നിനക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കും എന്നൊക്കെ അനുഗ്രഹിച്ച് പറഞ്ഞു. ആ അനുഗ്രഹം കേട്ട് ഈ കൊച്ചുകുട്ടി ഒന്നും മിണ്ടിയില്ല. വരുന്ന സമയത്താണ് പശ്ചാത്താപം ഭാവം. അയ്യോ അയ്യോ അയ്യോ, ഈ പുരുഷാർത്ഥമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് എന്തു വേണമെങ്കിലും തരാൻ തയ്യാറായപ്പോൾ ഞാൻ ഇതൊക്കെ പറയണത് കേട്ട് മടങ്ങിപ്പോന്നുല്ലോ. ഇതാണോ വാസ്തവത്തിൽ ലോകത്തിന് മനുഷ്യന് നേടാനുള്ള നേട്ടം? ഇതാണോ ഏറ്റവും ബൃഹത്ത്, ഉത്തുംഗം, ഉത്തമം, പരമാവധി? അയ്യോ എന്ന് പറഞ്ഞൊരു പശ്ചാത്താപത്തോടു കൂടിയാണ് വന്നത്. വരണവർത്തമാനം എല്ലാവരും അറിയുമല്ലോ. ഉത്താനപാദനും സുരുചിയും സുനിധിയും ഉത്തമനും എല്ലാവരും കൂടി തിരക്ക് പിടിച്ച് വഴിനീറ തോരണങ്ങളുണ്ട്, സ്വാഗതത്തിന് വേണ്ട സർവ്വസന്നാഹങ്ങളുമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അവിടെ ചെന്ന് എല്ലാവരും പല്ലക്കൽ നിന്നും കുതിരപ്പുറത്തും എല്ലാം രഥത്തു നിന്നൊക്കെ ഇറങ്ങി ഈ കുട്ടി വരാൻ കാത്തിരിക്കുക. കുട്ടി അങ്ങനെ വന്നു. അപ്പോൾ ഉത്താനപാദൻ കെട്ടിപ്പിടിച്ച് ആ തണുത്ത കണ്ണീര് ധാരാളം വാർത്തു അത്രേ. ആ കുട്ടിയെ കുളിപ്പിച്ചു എന്ന് തന്നെ പറയണം. ഉത്താനപാദനെ നമസ്കരിച്ചു, സുരുചിയെ ആദ്യം നമസ്കരിച്ചു, സുനിധിയെ പിന്നെ നമസ്കരിച്ചു, ഉത്തമനെ കെട്ടിപ്പിടിച്ചപ്പോൾ കുട്ടിയാണല്ലോ. അവർ രണ്ടാളും ഇറുക്കി കെട്ടി വരിഞ്ഞ് രണ്ടാളുടെ കണ്ണുകളിൽ നിന്നും ഇങ്ങനെ നദി പോലെ, ഗംഗാനദി പോലെയാണ് ഇങ്ങനെ ഒഴുകണത് കണ്ണീർ. ഇതിലേറെ എന്തു വേണം? ആലോചിച്ച് നോക്കൂ. ഇതിനു വേണ്ടി ആ കുട്ടി എന്തു ചെയ്തു? അമ്മ പറഞ്ഞതനുസരിച്ചു. എന്ത് സംഭവിക്കും എനിക്ക് എന്ന ആശങ്കപ്പെട്ടില്ല. അങ്ങനെ മധുവനത്തിൽ പോയി. നാരദൻ്റെ മന്ത്രവും തൻ്റെ മനസ്സും മാത്രമേ ഉള്ളൂ അവിടെ. ഊണ് കഴിക്കൽ വിട്ടു, വെള്ളം കുടിക്കൽ വിട്ടു, ശ്വാസോച്ഛ്വാസം മാത്രമായി. നോക്കൂ, ഇതാണ് തപസ്. ഈ തപസ്സിന് അന്നും ഇന്നും ഒരൊറ്റ വിലയാണ്. നിങ്ങൾ എത്ര വേണമെങ്കിലും ആരാധിച്ചോളൂ. പറക്കണക്കിന് കൊട്ടക്കണക്കിന് പുഷ്പങ്ങൾ, താമരപ്പൂ കൊണ്ട് ആരാധിച്ചോളൂ, തെച്ചിപ്പൂ എടുത്ത് ആരാധിച്ചോളൂ. അതിനൊന്നിനും
ഈ നിയന്ത്രണ രൂപത്തിലുള്ള തപസ്സിൻ്റെ ഫലം വരില്ല. തപസ്സിൻ്റെ ഫലം വരണമെങ്കിൽ തപസ് തന്നെ വേണം, തപസ് തന്നെ വേണം. ഇന്നും ആ തപസ്സിനെ നിദാനം ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ഭാഗത്ത് ശബരിമലയുണ്ട്, മറുഭാഗത്ത് പഴനിയുണ്ട്, അവിടുന്ന് അങ്ങോട്ട് തിരുപ്പതി മലയുണ്ട്, അവസാനം ചതുർധാമങ്ങളുണ്ട്. അവിടേക്കൊക്കെ എത്ര ജനങ്ങളാണ് പോണത്? എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ പറയും. എൻ്റെ കൂട്ടരെ, ഇതാണ് ഭാരതം, ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യ. ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടായാലേ ഇന്ത്യ കേമമാവുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് വേണമെങ്കിൽ ഉണ്ടാക്കാം, കാലം പോലെ കോലം. നാട് നടക്കുമ്പോൾ കൂടെ നടക്കുക എന്നൊരു പ്രമാണമുണ്ടല്ലോ, നമ്മളും അത് അനുസരിക്കേണ്ടതുമാണ്. നമ്മൾ ബലത്തിൽ കുറയരുത്, ശക്തിയിൽ കുറയരുത്, പ്രഭാവത്തിൽ കുറയരുത്. പക്ഷേ ഇതൊക്കെ ശ്രീരാമനോട് വസിഷ്ഠൻ പറഞ്ഞ മാതിരി തൊലിപ്പറമേ ഇതൊക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾക്കാവശ്യം ഇതല്ല, നമ്മൾക്കാവശ്യം സംതൃപ്തിയാണ്, സന്തോഷമാണ്, സൗഭാഗ്യമാണ്, മനസ്സിൻ്റെ തുഷ്ടിയാണ് ഏറ്റവും വലിയ ധനം. കൃഷ്ണൻ ഉദ്ധവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഏറ്റവും വലിയ ധനം എന്താന്ന് 11-ാം സ്കന്ധത്തിൽ ചോദിക്കുമ്പോൾ മനസ്സിൻ്റെ തുഷ്ടിയാണ് പരമമായ ധനം എന്നാ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഭാരതം, ഇതാണ് നമ്മുടെ മൂല്യം, ഇതാണ് നമ്മുടെ ആദർശം. ഇത് നിഷേധിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും നമുക്ക് സാധിക്കില്ല, നമ്മൾ നിഷേധിക്കാം. അങ്ങനെ ആ ധ്രുവൻ്റെ ചരിതം അവസാനിക്കട്ടെ. ഇനി ഒരു കുട്ടിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് 7 വയസ്സായ പ്രഹ്ലാദനാണ്. ശൃംഗി വളരെ ചെറുപ്പമായിരുന്നു. 5 വയസ്സായിരുന്നു ആർക്ക്? ധ്രുവന്. ഇനി നമ്മൾ പോകുന്നത് പ്രഹ്ലാദൻ്റെ അടുക്കിലേക്കാണ്. ആരാ ഈ പ്രഹ്ലാദൻ? ഹിരണ്യകശിപുവിൻ്റെ മകനാണ്. ഹിരണ്യകശിപുവോ അതിശക്തിമാനായ അസുരചക്രവർത്തി. ആ അസുരചക്രവർത്തി എന്ന് പറയുമ്പോൾ അസുരസ്വഭാവം ഭഗവത്ഗീതയിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. അസുരസ്വഭാവം എന്താണെന്നൊക്കെ നല്ലപോലെ വിവരിച്ചിട്ടുണ്ട്. ലോകത്തിലെപ്പോഴും മനുഷ്യർ മാത്രമായി, സാത്വികന്മാർ മാത്രമായിട്ടുണ്ടാവില്ല. ലോകം സമ്മിശ്രമാണ്. ലോകത്തിന് ഒരു പൂർണ്ണത വരണമെങ്കിൽ അവിടെ നല്ലത് തൊട്ട് ചീത്ത വരെ, അങ്ങേ അറ്റത്തെ നന്മ മുതൽ അങ്ങേ അറ്റത്തെ ചീത്ത വരെ ഇവിടെ ഉണ്ടാവണം. അതുണ്ട് താനും, അപ്പോഴേ ലോകമാവുള്ളൂ. ഏതെങ്കിലും ഒരു ഫലം, ആ ഫലത്തിന് മിക്കവാറും ഒരു ബീജമുണ്ടാവും. ആ ബീജത്തിൻ്റെ പുറത്താണ് ദശ. ഇപ്പം നാളികേരം എടുത്തോളൂ നിങ്ങൾ, വളരെ വിശേഷപ്പെട്ടതാണ്. കൽപ്പകവൃക്ഷം എന്നാണ് പറയുക. അതിലെന്തൊക്കെയാണ് ഉള്ളിൽ വെള്ളം, അതിന് അപ്പുറത്താണ് നാളികേരത്തിൻ്റെ ആ നാളികേരം എന്ന് പറയുന്ന സാധനം ഒരുവിധം ഉറപ്പോടുകൂടി. അതിൻ്റെ പുറത്ത് ചിരട്ടയുടെയും പുറത്ത് ചകിരി. അതാണ് മുകളിൽ നിന്നിങ്ങനെ താഴത്ത് വീണാൽ അത് പൊട്ടില്ല. സാധാരണ ഇത് ഓരോ കൊല്ലം ചെല്ലുന്തോറും ഉയർന്നു പോയി അടിയിലുള്ള പട്ടകളൊക്കെ കൊഴിഞ്ഞു വീണ് ഉയരം കൂടുന്നതാണ് ഈ തെങ്ങ്. ബാക്കിയുള്ള വൃക്ഷങ്ങളിലൊക്കെ കൊമ്പ് വീഴുക അങ്ങനെയില്ല. ഇതിന് ഓരോ പട്ടയും വീണിട്ടേ വേറെ പട്ടകൾ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ഓരോ കൊല്ലം ചെല്ലുന്തോറും ഒരു 18 പട്ടയോ 20 പട്ടയോ ഒക്കെ ഉണ്ടാവും. അതിങ്ങനെ വീണ് മേപ്പെട്ട് പോകണം. 3 പട്ടയാണ് അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ. അങ്ങനെ 6 സ്റ്റെപ്പെങ്കിലും ഉണ്ടാവും. അപ്പം അതിങ്ങനെ താഴത്ത് വീണുമ്പോൾ പൊട്ടിത്തകരാണ്ടിരിക്കണമെങ്കിൽ എന്തു വേണം? ആ നാളികേരത്തിനെ ചുറ്റി നല്ല ശക്തിയുള്ള കഠിനമായ ചിരട്ടയ്ക്ക് ചുറ്റും എത്ര ഇഞ്ചാണ് ആ ചകിരി എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ് എല്ലാറ്റിലും കാണുക. അതുമാതിരി നല്ലവരും ചീത്തയും ഇതിലുണ്ടാവും. നല്ലവർ മാത്രമായിട്ടിരിക്കുന്ന ഒരു കാലോ ഒരു ലോകമോ ഉണ്ടാവില്ല, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ ഇവിടെ ഒരു അസുര ചക്രവർത്തി. ആ അസുര ചക്രവർത്തിക്ക് എന്ത് തോന്നി? അസുര സ്വഭാവത്തിനനുസരിച്ച് തോന്നി, ഞാൻ മാത്രമാണ് ഇവിടെ ചക്രവർത്തി, എൻ്റെ അധീശത്തിലാണ് എല്ലാം. എല്ലാവരും പറയണു ഒരു മഹാവിഷ്ണു ഉണ്ടെന്ന്, അദ്ദേഹമാണ് ലോകത്തെ സന്ധാരണം ചെയ്യുന്നത്. ഞാൻ പറയണു ഇല്ല എന്ന്. മഹാവിഷ്ണു എൻ്റെ ശത്രു നമ്പർ 1 ആണ്. ഞാനാണ് ആ മഹാവിഷ്ണുവിനെ കൊല്ലാൻ പോകുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിനെ നേരിടണമെന്നുണ്ടെങ്കിൽ ലോകത്തെ മുഴുവൻ സന്ധാരണം ചെയ്യുന്ന പ്രഭാവമാണല്ലോ. അതിന് എൻ്റെ സ്വയം കഴിവ് പോരാ. എൻ്റെ സ്വയം കഴിവ് പോരാതെ എനിക്ക് വേറെ ഒരു കഴിവ് വേണം. ആ കഴിവിന് ഞാൻ എവിടെ പോവും? തപസ് ചെയ്യാം. അപ്പോൾ അസുര ചക്രവർത്തി തപസ് ചെയ്യുമ്പോൾ അതിൽ ആ അസുരത്വം കാണും. സാത്വികന് തപസ് ചെയ്യുമ്പോൾ സാത്വിക പ്രധാനമായിട്ട് ചെയ്യും. അതിഥിയോട് പയോവ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞു അവരുടെ ഭർത്താവ്.
പയോവ്രതം. മഹാബലി തൻ്റെ പുത്രന്മാരെ മുഴുവൻ അടിച്ച് പുറത്തേക്കാക്കി സ്വർഗം കീഴടക്കിയതിൽ അമ്മയ്ക്ക് പരിതാപം തോന്നി. അപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഭർത്താവ്, നീ പേടിക്കേണ്ട, പയോവ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു. എന്തായിരുന്നു പയോവ്രതം? തട്ടിട്ടിട്ടുള്ള ഒരു മുറിയിൽ നിലത്ത് കിടന്നുകൊണ്ട് അതർഹിക്കുന്ന രീതിയിൽ ആ ദിവസങ്ങൾ മുഴുവൻ പാല് മാത്രം കുടിച്ച് തപസ് ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ രണ്ടാണ് നിഷ്ഠ. ആ മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടണം, പാല് മാത്രം കഴിക്കണം, നിലത്ത് കിടക്കണം, കട്ടിലിൽ കിടക്കരുത്. നോക്കൂ, വലിയ കാഠിന്യമൊന്നുമില്ല അതിന്. അതാണ് സാത്വികമായിരിക്കുന്ന തപസ്, അവരുടെ തപസ്. ഹിരണ്യകശിപുവിൻ്റെ തപസ്സോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ചക്രവർത്തിയാ, അപ്പം ഞാൻ തപസ് ചെയ്യുമ്പോൾ ആ തപസ് എങ്ങനത്തതാകണം? സതേപേ മന്ദരദ്രോണ്യാം തപഃ പരമദാരുണം ഊർധ്വബാഹുർനഭോ ദൃഷ്ടി പാദാങ്കുഷ്ഠാശ്രിതാവനി. ഒന്ന് ആലോചിക്കും, നിങ്ങളുടെ ഭാവന അങ്ങോട്ട് വളരട്ടെ. മന്ദരപർവ്വതത്തിൽ ചെന്ന് പരമദാരുണം അതികഠിനമായിരിക്കുന്ന തപസ് ആരംഭിച്ചു അത്രേ. എന്താണ് തപസ്? ഊർധ്വബാഹു. നമ്മുടെ കൈ സ്വതവേ ഇങ്ങനെ ഞാന്ന് കിടക്കണതാ, അതിനെ എടുത്തു ഉയർത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അത് 1 മിനിറ്റോ 1/2 മിനിറ്റോ 1 മണിക്കൂറോ അല്ല, തപസ് ചെയ്യുന്ന 24 മണിക്കൂറും. നഭോദൃഷ്ടി, ആകാശത്തിനെ നോക്കിക്കൊണ്ട്. പാദാങ്കുഷ്ഠാശ്രിതാവനി, 2 കാലിലുമുള്ള തള്ളവിരലിൽ മാത്രമാണ് നിൽക്കുന്നത്. അപ്പം 2 കാലിലുള്ള തള്ളവിരലിൽ നിന്നുകൊണ്ട് കൈപൊക്കി ആകാശത്തെ നോക്കി തപസ് ചെയ്തു അത്രേ. ഇങ്ങനെ ഒരു തപസ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആരെക്കുറിച്ചാണ് തപസ് ചെയ്തത്? ബ്രഹ്മാവിനെക്കുറിച്ച്. ഇവിടെ നേരിടേണ്ടത് മഹാവിഷ്ണുവിനെയാണ്. അപ്പം മഹാവിഷ്ണുവിനെ നേരിടണമെങ്കിൽ ആരെങ്കിലും ഒരാളുടെ അനുഗ്രഹം, വിഷ്ണു അല്ലാത്തൊരാളുടെ അനുഗ്രഹം കിട്ടണം. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചതിനെയല്ലേ മഹാവിഷ്ണു സന്ധാരണം ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിക്കണു, ആ സൃഷ്ടിയെ സന്ധാരണം ചെയ്യുക. അപ്പോൾ പക്ഷെ അതൊരു 2ാം തരം പ്രവൃത്തിയാണ്, 1ാം തരം പ്രവൃത്തിയല്ല, സെക്കൻഡാണ്, ക്രമത്തിൽ വരുന്നതാണ്. അപ്പോൾ ബ്രഹ്മാവിനെക്കുറിച്ച് തപസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ബ്രഹ്മാവിനെക്കുറിച്ച് സാധാരണ ആരും തപസ് ചെയ്യാറില്ല. ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, നോക്കൂ. വിഷ്ണു ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും ഉണ്ടാവും. ബ്രഹ്മാവിന് വേണ്ടി ഇന്ത്യയിലെല്ലാം കൂടി ഒരു ക്ഷേത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരല്ലേ, ഇനി നമുക്ക് ബ്രഹ്മാവായിട്ട് എന്താ ബന്ധം? അതുകൊണ്ട് ബ്രഹ്മാവിനെ ആരും ഉപാസിക്കില്ല. എന്നാൽ ഹിരണ്യകശിപുവിന് തോന്നിയത് ഈ ബ്രഹ്മദേവനെ പിടിക്കണം എന്നാ. അങ്ങനെ തപസ് ചെയ്തപ്പോൾ അനങ്ങാതെ നിന്നു, അനങ്ങിയില്ല. അപ്പോൾ അനങ്ങാതെ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അവിടെ ഉറുമ്പ് വന്നരിക്കും. അങ്ങനെ ഉറുമ്പുകൾ വന്നരിച്ച് ചെതളരിച്ച് ചെതൽക്കൂടുണ്ടാക്കി അതിലങ്ങോട്ട് അങ്ങോട്ട് പോയി. ഇങ്ങനെ മൂടി കാണാനില്ലപ്പാ. ബ്രഹ്മാവിന് വലിയ സന്തോഷമായി. ആരും ഇങ്ങനെ തപസ് ചെയ്യാറില്ലല്ലോ, എന്നെ തപസ് ചെയ്യുന്നവരാരുമില്ല. അതും ഇങ്ങനെ അതികഠിനമായ ഒരു തപസ്. അനുയായികളെയും കൂട്ടി കമണ്ടലൂ നിറച്ച് വെള്ളവും കൊണ്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല, ഒക്കെ ചെതൽ വന്ന് മൂടിയിരിക്കുക, പുറ്റ്. അപ്പം കയ്യിൽ കമണ്ടലിൽ നിന്ന് വെള്ളം എടുത്ത് അങ്ങോട്ട് പ്രോക്ഷിച്ചു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉതർന്ന് അങ്ങോട്ട് വീണു. അപ്പോൾ എല്ലും തോലും മാത്രമേ ഉള്ളൂ, മാംസമൊക്കെ പോയി. ബ്രഹ്മാവിൻ്റെ മനസ്സ് വല്ലാതെ തപിച്ചു. എന്നെക്കുറിച്ച് തപസ് ചെയ്ത് എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇത്ര കഠിനമായ ദാരുണ തപസ് ആരാ ചെയ്തിട്ടുള്ളത്? ഇത് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഇനി കാണാനും പോകണില്ല. പരമസന്തോഷമായി. എന്താ നിനക്ക് വേണ്ടത്? വേണ്ട വരങ്ങളൊക്കെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വരങ്ങളുടെ ഒരു വലിയ പട്ടിക ഉണ്ടാക്കിയത്. ലോകത്തിൽ എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങളിൽ ഒന്നും എന്നെ കൊല്ലരുത്. പകലും കൊല്ലരുത്, രാത്രിയും കൊല്ലരുത്, അകത്തു കൊല്ലരുത്, പുറത്തും കൊല്ലരുത്. എന്തൊക്കെയാ പറഞ്ഞ എൻ്റെ അപ്പ? വായിലും മനസ്സിലും തോന്നിയതൊക്കെ പറഞ്ഞു. ബ്രഹ്മാവ് അത് കേട്ട് ഒരൊറ്റ എണ്ണം ഒഴിവയ്ക്കാതെ ഒക്കെ ടിക്കിട്ട് കൊടുത്തു. ശരി 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 ശരി. ഇനി എന്തു വേണം? പോരെ? ഇനി മഹാവിഷ്ണുവിനെ നേരിടാനും തോൽപ്പിക്കാനും നശിപ്പിക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെ ഇനി ഒന്നും വേണ്ടല്ലോ.
വരങ്ങൾ കൊണ്ട് ഞാൻ മൂടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ വാളുണ്ട്, പരിചയമുണ്ട്, കുന്തമുണ്ട്, എല്ലാം ഉണ്ട്. മതി, പോരെ, വില്ലിങ്കിലും ഒക്കെ. ഉടനെ അനുയായികളെയൊക്കെ വിളിച്ച് പറഞ്ഞു, നിങ്ങളെല്ലാവരും പോണം. ഈ മഹാവിഷ്ണുവിൻ്റെ ബലം മുഴുവനും കിട്ടുന്നത് യാഗയജ്ഞങ്ങളും തപസ്സും ആരാധനയിൽ നിന്നുമാണ്. അങ്ങനെ സാത്വിക പ്രധാനമായി നല്ല കാര്യങ്ങൾ, ഈശ്വര ഭജനം, ക്ഷേത്രം എന്തെല്ലാം ഉണ്ടോ അതിനെ മുഴുവനും നശിപ്പിക്കുകയും ഒരൊറ്റെണ്ണം ബാക്കി വയ്ക്കരുത് എന്ന് എല്ലാവരോടും പറയൂ. ഇനി യാഗശിഷ്ടമൊക്കെ അനുഭവിക്കാൻ ഹിരണ്യകശിപുവാണ്, മഹാവിഷ്ണു ഇല്ല, ഒരൊറ്റ ആൾ വിഷ്ണുവിന് കൊടുക്കരുത്. അവരെല്ലാവരും കൂടി കോക്കോട്ടും എളാങ്കും പിക്കാസും വാളും കുന്തവും അമ്പും വില്ലും വെട്ടുകത്തിയും പിശാങ്കത്തിയും എല്ലാം കൂടി അങ്ങോട്ട് പുറപ്പെട്ടു. ചിന്തി ചിന്തി ഭിന്തി ഭിന്തി ചിന്തി ചിന്തി ഭിന്തി എന്ന് പറഞ്ഞുകൊണ്ട് പോയി. കണ്ടയിടം മുഴുവനും നശിപ്പിച്ച് ബ്രാഹ്മണരടക്കം എല്ലാവരും വല്ലാതെ വിഷമിച്ചപ്പോൾ അവർക്ക് എന്താ അവരുടെ കയ്യിലുള്ളത്? അവരിതുപോലെ ഒരു പ്രതിനാശത്തിനൊന്നും അവർ പുറപ്പെടില്ല. പ്രതിനാശത്തിന് ആരും പുറപ്പെടില്ല. അപ്പോൾ പിന്നെ അവർക്ക് എന്താ വഴി? നമ്മളെയൊക്കെ സന്ധാരണം ചെയ്യാൻ മഹാവിഷ്ണുവാണല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുക. അവിടെ ചെന്നാൽ വിഷ്ണു എപ്പോഴും ഉറങ്ങുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ രാജ്യഭരണം ഉറക്കത്തിലൂടെയാണ്. ഈ രാജ്യം ഭരിക്കാൻ മഹാവിഷ്ണുവിന് ഒരു വിഷമവുമില്ല. അവിടെ ചെന്ന് വിളിച്ചാൽ ഉണരും, ഇല്ലെങ്കിലൊക്കെ ലയ. മഹാവിഷ്ണു എണീറ്റു. എന്താ ചോദിച്ചു? ഇതാണ് സ്ഥിതി. ഹിരണ്യകശിപു ബ്രഹ്മാവിനെക്കുറിച്ച് തപസ് ചെയ്ത് ബ്രഹ്മാവിൻ്റെ അടുത്തുനിന്ന് എല്ലാ വരങ്ങളും മേടിച്ചിട്ടുണ്ട്. ആ വരങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഹിരണ്യകശിപുവിനെ വധിക്കാൻ ഒരാൾക്കും പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് വഴി? അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടാവും. ആ കുട്ടി എൻ്റെ ഭക്തനായിരിക്കും. ആ ഭക്തനായ കുട്ടിയെ എന്നോട് വെറുപ്പും ഞാൻ ശത്രുവുമാണല്ലോ. അപ്പോൾ ആ ശത്രുവിൻ്റെ പുത്രൻ എന്നുള്ളത്, ആ ശത്രുവിനെ ഭജിക്കുന്ന പുത്രൻ, തൻ്റെ പുത്രൻ, ആ ശത്രുവിനോടാണ് അവനുള്ള ഭക്തിയും ആശ്രയവും. അത് കാണുമ്പോൾ അവിടെ പിണങ്ങും. ആ പുത്രബന്ധം, പുത്രനോടുള്ള പ്രതിബദ്ധതയെ കവച്ചു വെച്ചുകൊണ്ടാണ് എന്നോടുള്ള വൈരം. ആ വൈരിയാണ് തൻ്റെ പുത്രൻ ഭജിക്കുന്നത്. അത് അച്ഛന് താങ്ങാൻ പറ്റില്ല. അവിടെ രക്തബന്ധമൊക്കെ മാറി നിൽക്കും. എന്നാലോ അച്ഛൻ ഒരു കുട്ടിയെ ശിക്ഷിക്കാൻ പാടുണ്ടോ, കൊല്ലാൻ പാടുണ്ടോ? പാടില്ല. അവിടെ ഒരു വ്യവസ്ഥാലംഘനം വരും. ആ വ്യവസ്ഥാലംഘനം വരുമ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഹിരണ്യകശിപുവിനെ നേരിട്ടോളാം, നിങ്ങൾ പോക്കോളൂ എന്ന് പറയും. അപ്പോൾ എത്ര കൊല്ലം പിടിക്കും? ആലോചിച്ച് നോക്കൂ. കയാതുവിന് ഗർഭമുണ്ടാവണം. ആ ഗർഭം 9 മാസം 9 ദിവസം കഴിഞ്ഞ് പ്രസവിച്ച്, ആ പ്രസവിച്ച കുട്ടിക്ക് 7 വയസ്സാവണം. അപ്പോൾ ഒരു 7 വർഷവും 9 മാസവും കഴിയണമല്ലോ. അതുവരെ ക്ഷമിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുട്ടി ജനിച്ചു. കുട്ടി ജനിച്ചപ്പോൾ എന്ത് കുട്ടിയാണ്? അപൂർവമായിട്ടുള്ള കുട്ടി. കാലേ കൂട്ടി തന്നെ ഹരി ഹരേ ഹരേ എന്ന് പറയൂത്രേ. എപ്പോൾ നോക്കിയാലും വിഷ്ണു സ്മരണയാണ്. പന്തെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ന്യസ്തക്രീഡന ഗോപാലോ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഷയാണ്. ആ കളിക്കോപ്പുകളൊക്കെ അവിടെ വച്ചു. കണ്ണടച്ചിരിക്കും. എന്താ ഈ കണ്ണടച്ചിരിക്കണേ? ഒരാവേശം പെട്ടെന്ന് അങ്ങോട്ട് വരിക. ശ്രീഹരിയെ സംബന്ധിച്ചൊരാവേശം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ അപ്പം നടക്കണത് എന്താ? ഗോവിന്ദ പരിരംഭിത. ആ ശ്രീഹരി ഉള്ളിലിരുന്ന് തന്നെ ആലിംഗനം ചെയ്യുന്ന ആ സ്പർശം അനുഭവപ്പെടുക. ആ അനുഭവപ്പെടുമ്പോൾ കളിയും കോപ്പും ഒക്കെ അവിടെ വിട്ടു, കണ്ണടച്ചിരുന്നു. കയാതു പേടിച്ചിട്ട് പശുവിനെ കൊണ്ടുവന്ന് ആ പശുവിൻ്റെ വാലുകൊണ്ട് വട്ടം ചുറ്റി ഉഴിഞ്ഞ് അടുപ്പത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ നടന്നു. അങ്ങനെ വിശേഷപ്പെട്ട ഒരു കുട്ടിയാണ്. പ്രായമായി 5 വയസ്സായപ്പോൾ പഠിക്കാൻ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഈ കുട്ടിയെ മഹർഷി ചക്രവർത്തിയുടെ ഒരു കുട്ടിയാണ്. അവന് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഹരിഭക്തിയാണ്. ആ ഹരിഭക്തിയെ മുഴുവൻ കവർന്നെടുത്ത് പിതാവിനോടാകണം ഭക്തി. അത് നടത്താൻ എങ്ങനെയാണ് സാധിക്കുക? അത് നിർവഹിക്കാൻ ഷണ്ടാമർക്കന്മാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ടുപോയി നിങ്ങളുടെ കൂടെ പാർപ്പിച്ച് ഒരാളും അവിടെ നുഴഞ്ഞു വരരുത്. നിങ്ങളല്ലാതെ ഒരാളെയും പഠിപ്പിക്കരുത്. നിങ്ങളല്ലാതെ ഒരാളും ആ കുട്ടിയെ പഠിപ്പിച്ചു പോകരുത്. ഒന്ന് കാണാനോ സംവദിക്കാനോ ഉള്ള അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞ് ചട്ടം കെട്ടി പറഞ്ഞയച്ചു. അവർ പഠിപ്പിച്ചു.
അവരവരുടെ മാതിരി നല്ലപോലെ രാജാവിൻ്റെ ആജ്ഞ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ചു. പഠിപ്പ് ഏതാണ്ട് ഒരു പരിധി വരെ എത്തിയപ്പോൾ അച്ഛൻ്റെ കൂടെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ പഠിപ്പിച്ച കുട്ടിയാണ്, ഇതാ നോക്കിക്കോളൂ, എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. ഏകദാസുരരാട് പുത്രം അംഗമാരോപ്യ പാണ്ഡവ പപ്രച്ഛ കഥ്യതാം വത്സ മന്യതേ സാധുയത് ഭവാൻ. മടിയിൽ ഇരുത്തി, ഒന്ന് പുറത്തൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ കുഞ്ഞെ പപ്രച്ഛ കഥ്യതാം, നീ എന്നോട് പറയേ, മന്യതേ സാധുയത് ഭവാൻ. ഇത്ര നാളായി ഷണ്ടാമർക്കന്മാരെ ആചാര്യന്മാർ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ പഠിപ്പിച്ചതിൽ എന്താണ് നിനക്ക് നല്ലതെന്ന് തോന്നിയത്? ആ വർത്തമാനം എന്നോടൊന്ന് പറയൂ. ഷണ്ടാമർക്കന്മാർ പഠിപ്പിച്ചത് എന്താ? ഹരി എന്ന് പറഞ്ഞു പോകരുത്, അച്ഛൻ്റെ ശത്രുവാ. അപ്പോൾ ഭക്തിയോ ഈശ്വരനോ വിശ്വാസമോ നന്മയോ ധർമ്മമോ സദാചാരമോ സൗശീല്യമോ ഇതിൻ്റെ ഒരു പൊട്ട് പോലും പഠിപ്പിച്ചില്ല അവർ. പഠിപ്പിച്ചതൊക്കെ വേറെയാ. പക്ഷേ ഈ കുട്ടിയുടെ ചോദ്യത്തിന് അവൻ മറുപടി പറയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ എന്താ ഇപ്പം ഈ കഥ പറയണത്? 3 കുട്ടികളെയാണ് അവതരിപ്പിക്കുന്നത് ശ്രീമദ് ഭാഗവതം, വ്യാസദേവൻ. ആ 3 കുട്ടികളിൽ ഒരു കുട്ടി ശൃംഗി, അച്ഛൻ ഉപദേശിക്കാനുണ്ട്. രണ്ടാമത്തത് ധ്രുവൻ, അച്ഛൻ മടിയിലിരുത്താൻ അനുവദിച്ചില്ല, ചിറ്റമ്മ ശകാരിച്ച് വിച്ചയച്ചു. എന്നിട്ടും അമ്മ നല്ലത് ഉപദേശിക്കാനുണ്ടായിരുന്നു. ഈ കുട്ടിക്കോ ആരുമില്ല, അച്ഛനെതിരാ. അങ്ങനെയുള്ളവരും ഈ ലോകത്തിൽ വളരുമോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയാണത്. ആ കുട്ടി അച്ഛൻ്റെ മുൻപിൽ മടിയിലിരുന്ന് പറയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ മടിയിലിരുന്ന് ആ കുട്ടി പറയാണ്. എന്താ പറയാൻ പോണത്? അച്ഛനെ പ്രകോപിപ്പിക്കുന്നതാണ് മറുപടി. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഹൃദയത്തിൻ്റെ സ്വരൂപമാണത്. തത്സാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. എനിക്ക് ഈ ശ്ലോകം എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ നിങ്ങൾക്ക്? ഇതാണ് ഭാരതം, ഇതാണ് ഇന്ത്യ. നമ്മുടെ വീടുകളിലും പാഠശാലകളിലും മുഴുവൻ മുഴങ്ങേണ്ടത് ഇമാതിരിയുള്ള സാഹിത്യമാണ്, സംഗീതമാണ്, പദ്യമാണ്. തത്സാധുമന്യേ അസുരവര്യ, ഹേ അസുരശ്രേഷ്ഠ, ഞാൻ ഇതാണ് ഏറ്റവും വിശേഷപ്പെട്ടതായി കണക്കാക്കുന്നത്. ദേഹിനാം, ദേഹത്തോടു കൂടി ജനിച്ചവർക്കെല്ലാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത്. ഇവിടെ ജനിച്ചവരൊക്കെ എന്തിനെയാണ് പിടിച്ചിരിക്കുന്നത്? പുറം വസ്തുക്കളെ. പുറം വസ്തുക്കളോ നശിക്കുന്നതാണ്. കാണുന്നത് നശിക്കുന്നത്, കേൾക്കുന്നത് നശിക്കുന്നത്, രുചിക്കുന്നത് എല്ലാം നാശകരമാണ്, നശ്വരമാണ്. അങ്ങനെ നശ്വര വസ്തുക്കളെ നല്ലപോലെ കെട്ടി 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 തഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്ക് ഒരു വിധത്തിലും സമാധാനമില്ല, സന്തോഷമില്ല, വിശ്രമമില്ല. ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം. ഇതാണ് ഞാൻ പറഞ്ഞത്. തൊലിയുരിച്ച് പറയുകയാണ് ശ്രീമദ് ഭാഗവതം. എന്ത് കാര്യത്തിനെ വിലയിരുത്തുമ്പോഴും തൊലിയുരിച്ച് വിലയിരുത്തും, മുഖം നോക്കില്ല. കേൾക്കുന്നവർക്ക് ഇഷ്ടമാകുമോ എന്നുള്ള ചോദ്യമല്ല, ഇഷ്ടമാകണം എന്നാണ് അവർ പോയിൻ്റ്. നിങ്ങൾക്ക് ഞാൻ പറയണത് ഇഷ്ടമാവണം, ഇഷ്ടമുണ്ടോ എന്നുള്ള ചോദ്യമല്ല, ഇഷ്ടമായേ തീരൂ എന്നുള്ളതാണ്. അതാണ് ആ പറച്ചലിലുള്ള വിശേഷം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ, ഈ സംസാരിക്കുന്നതിൽ ഒരു ശിഖരം പോലും നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതാണ് വാസ്തവം, ഇതാണ് സത്യം, ഇതാണ് ലോകാനുഭവം. ഓരോ ദിവസവും നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് കിട്ടുന്നത് ഇതാണ്. ഹിത്വാ ആത്മപാദം ഗൃഹമന്ധകൂപം. നമ്മൾ അധിവസിക്കുന്ന ഗൃഹമുണ്ടല്ലോ, അത് പൊട്ടക്കിണറാണ്, പൊട്ടക്കിണറാണ്. നിങ്ങൾ മാളിക കെട്ടിക്കോളും. പൊളിച്ചു കളഞ്ഞുവല്ലോ സുപ്രീം കോർട്ട് ഓർഡർ ഇട്ടിട്ട്. എന്തുണ്ടായി നോക്കൂ. എന്ത് ചെയ്യുമ്പോഴും ക്രമം വിട്ട് ചെയ്യരുത്, ധർമ്മം വിട്ട് ചെയ്യരുത്, ന്യായം വിട്ട് ചെയ്യരുത്. സത്യത്തിന് വിധേയമായി ജീവിക്കൂ, ഒരാളും പൊളിക്കില്ല.
എവിടെ നോക്കിയാലും കള്ളത്തരം, കള്ളത്തരം, ഗൂഢത, എന്തൊക്കെയാണ് നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്നത്. അപ്പം നമ്മുടെ ഗൃഹം എന്ന് പറയുന്നത് ഒരു നല്ല സ്ഥാനമല്ല, ഒരു പൊല്ലാത്തതിനുള്ള സ്ഥാനമാണ്. ആ ഗൃഹം പൊട്ടക്കിണറാണ്. നല്ല കിണറാണെങ്കിൽ വെള്ളമേ ഉള്ളൂ, വീണാൽ വെള്ളത്തിലേ വീഴുള്ളൂ, അപകടം പറ്റില്ല. ഇത് പൊട്ടക്കിണറ്റിലോ കുപ്പിച്ചില്ലും കൊണ്ടിടും, ആണിയും കൊണ്ടിടും, ഇരുമ്പ് സാധനങ്ങളും ഉണ്ടാവും, അവിടെ പാമ്പും ഉണ്ടാവും, സർപ്പവും ഉണ്ടാവും. അവിടെ വീണ് കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? ചെന്നടിക്കണത് വെള്ളത്തിലല്ല, കരയിലാ ചെന്നടിക്കുക. അപ്പം തന്നെ 32 എല്ല് പൊട്ടൽ കഴിയും. ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം, മനുഷ്യൻ്റെ ജീവനെ അധപ്പതിപ്പിക്കുന്നതാണ് ഈ വീട്. അത് വിട്ട് വനം ഗതോ യദ്ധരിമാശ്രയേത, എത്രയും വേഗം അത് വിട്ട് വനത്തിൽ ചെന്ന് ശ്രീഹരിയെ ഭജിക്കണം. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എത്രയും വേഗം അന്ധകൂപമായ ഗൃഹത്തെ വിട്ട് കാട്ടിൽ ചെന്ന് അല്ലലും സൊല്ലലുമില്ലാതെ ശ്രീഹരിയെ ഭജിക്കണം. വനം ഗതോ യദ്ധരിമാശ്രയേത. ശ്രീമദ് ഭാഗവതം നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്താ? ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഈശ്വരനോട് ഭക്തി, ലോകത്തിനോട് വിരക്തി, അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ ഇത് രണ്ടും ജനിപ്പിച്ച് ഭഗവത് പ്രബോധം, ഇത് മൂന്നുമാണ് തരുന്നത്. നോക്കൂ ഇവിടെ എന്താ ആ വൈരാഗ്യജനകമായിരിക്കുന്ന വരികൾ. 7 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ട് തൻ്റെ അച്ഛൻ്റെ മുൻപിൽ നീ പഠിച്ചതിൽ ഏറ്റവും നല്ലതെന്ത്, എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആ 7 വയസ്സായ കുട്ടൻ പറയുന്ന വാക്കുകളാണത്. നിങ്ങൾക്ക് 70ഉം 75ഉം വയസ്സായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടോ എന്നാണ് ഭാഗവത കർത്താവ് ചോദിക്കുന്നത്. അതോ നിങ്ങളിപ്പോഴും വീട്ടിൽ തന്നെ പിടിച്ച് കെട്ടിപ്പുളങ്ങി അങ്ങനെ കൂടുകയാണോ? ഒന്ന് പറയും ഭാഗവതത്തിൻ്റെ ഭാഷയ്ക്കുള്ള മറുപടി. തത്സാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. ഞാൻ അയോധ്യയിൽ നിന്ന് ലക്നൗ വരെ ഒരു പദയാത്ര നടക്കുകയുണ്ടായി. ഇപ്പോൾ അവിടെ രാമക്ഷേത്രം വരാൻ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ ആ പ്രസ്ഥാനത്തിൽ അതിൽ പങ്കെടുക്കാൻ അവിടെയുള്ള സന്യാസിമാർക്ക് അല്പം ഇളക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പ്രത്യേകമായിട്ട് പോയി. അയോധ്യയിൽ നിന്ന് ലക്നൗ എത്തുന്നത് വരെ ഒരു ദിവസം 3-4 മീറ്റിങ്ങിൽ 30,000, 40,000, 50,000, 60,000 ആളുകളെ എൻ്റെ ആ പൊട്ടും പൊളിയുമില്ലാത്ത ഹിന്ദി ഭാഷയിൽ സംസാരിച്ച് അഭിസംബോധന ചെയ്താണ് വന്നത്. ആ യാത്രയിൽ ഞാനൊരു കുട്ടിയെ കാണുന്നുണ്ടായി. അവൻ കഷ്ടിച്ചൊരു 6-7 വയസ്സുണ്ട്, കയ്യിലൊരു കൊടിയുമായിട്ട് മുമ്പിൽ നടക്കുക. അവനൊരു ആശ്രമത്തിൽ ചേർന്ന കുട്ടിയാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഭാവനാമണ്ഡലമുണ്ടല്ലോ, 7 വയസ്സായ ഒരു കുട്ടി ഒരാശ്രമത്തിൽ ചെന്ന് ചേർന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഭാരതം. അച്ഛനമ്മമാർക്ക് പറഞ്ഞയക്കാൻ ഒരു വിഷമവുമില്ല, ആ കുഞ്ഞിന് പോവാനും വിഷമമില്ല. ഈ വനം ഗതോ യദ്ധരിമാശ്രയേത, വീട് വിട്ട് കാട്ടിലേക്ക് പോയി ഹരിയെ ആശ്രയിക്കണം എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ടല്ലോ. ആ വരി ഇന്നും ഭാരതത്തിൽ അന്വർത്ഥമാണ്, ഇന്നും അന്വർത്ഥമാണ്. നിങ്ങൾ ആരും വിചാരിക്കരുത് വീട് നമ്മളെ പൂരിപ്പിക്കും എന്ന്. അവിടെ ഫർണിച്ചർ ഉണ്ടാവാം, സോഫയുണ്ടാകാം, എയർ കണ്ടീഷൻ ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടായാലും ഒരിക്കലും വിചാരിച്ചു പോകരുത് ഇതിനാണ് മനുഷ്യജന്മമെന്ന്. അല്ല അല്ല. ശരീരമുള്ളിടത്തോളം കാലം നിങ്ങളുടെ യോഗ്യതയ്ക്കും പഠിപ്പിനും സമ്പാദ്യത്തിനും അനുസരിച്ച സൗകര്യങ്ങളോടുകൂടി വാണോളൂ, എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങൾ ഈശ്വരൻ്റെ മടിത്തട്ടിലാവണം. മനസ്സുകൊണ്ടേ ഞാൻ പറയുന്നുള്ളൂ, ശരീരം കൊണ്ട് എന്ന് പറയണില്ല. കാട്ടിലേക്ക് പോകണം എന്നാണ് ഇവിടെ പറയണത്. ഇത് കേട്ട ഉടനെ പരീക്ഷിത്ത് കാട്ടിലേക്ക് പോയില്ല, നിങ്ങളും പോകണമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഗൃഹാന്തരീക്ഷം ഭക്തിക്ക് ചേർന്നതല്ല, ഭോഗത്തിന് ചേർന്നതാണ്. ആ സ്ഥിതി മാറ്റി ഭഗവാന്റെ പടങ്ങളും പല കാര്യങ്ങളുമൊക്കെ വച്ച് കുട്ടികൾ ജനിച്ചാൽ ആ കുട്ടിക്ക് നല്ല നല്ല കാര്യങ്ങൾ, ഭഗവത് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ളതൊക്കെ വേണം. എന്ത് പടം കാണിച്ചു കൊടുക്കണം? എന്ത് കഥയാ, എന്ത് ശബ്ദമാണ് അവരെ കേൾപ്പിക്കേണ്ടത്?
നല്ല നല്ല പാട്ടുകൾ കേൾപ്പിക്കൂ, ഭജനകൾ കേൾപ്പിക്കൂ. എന്ത് വേണമെങ്കിൽ ആ ചെറുപ്പത്തിൽ തന്നെ കൊടുക്കാമല്ലോ. തൊട്ടിലിട്ട് ആട്ടുന്ന സമയത്ത് എന്ത് പാട്ടാ? നല്ല പാട്ട് പാടാൻ നല്ല വേദാന്ത പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെയല്ലേ നമ്മൾ പഠിക്കേണ്ടതും ചെയ്യേണ്ടതും. ഈ ലോകം ഇന്നലെ ഉണ്ടായതാ. ഇതിൻ്റെ അനുഭവം എത്ര പഴക്കമുള്ളതാ. ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ചവരെല്ലാം ഇതിനെ വിട്ടുപോയിട്ടേ ഉള്ളൂ. ഒരാൾ ഇവിടെ തങ്ങിയിട്ടില്ല. തങ്ങിയാൽ ബുദ്ധിമുട്ടുമാണ്. 80-90 വയസ്സായിട്ട് മരിച്ചു പോകാതെ ഇരുന്നാൽ ആ ആളെ എത്ര കാലം വീട്ടുകാർ സൂക്ഷിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വിടാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് വീട് എന്ന് പേര്. വിട്ടുപോകാനുള്ളതാണ് വീട്. അത് നല്ല പോലെ മനസ്സിലാക്കി ജീവിക്കണം. തത്സാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. ഈ പ്രഹ്ലാദൻ്റെ കഥയാണ്, ചരിതമാണ് 7-ാം സ്കന്ധത്തിൽ. ഭാഗവതത്തിൽ എത്ര, ശ്രീമദ് ഭാഗവതത്തിൽ എത്ര സ്കന്ധമുണ്ട്? 12. അതിൽ നടുവിൽ കൊണ്ടുവച്ചിരിക്കുകയാണത്രേ ഈ കുട്ടിയുടെ കഥ. അതാണ് ഏറ്റവും വിശേഷപ്പെട്ടതും മധുരം മധുരം മധുരമധുരം. ആ വിവരണം ഒന്ന് വായിച്ചു നോക്കൂ. ആ കുട്ടിയുടെ മുഖത്തിലൂടെ നിർവികൽപ്പ സമാധി വരെ വിവരിക്കുന്നുണ്ട് ഗ്രന്ഥകർത്താവ്. എനിക്കത് പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഈ പ്രഹ്ലാദൻ തൻ്റെ സഹപാഠികളോട് സംസാരിക്കുന്നത്. ഇതിപ്പോൾ അച്ഛനോട് സംസാരിക്കുന്നതാണ്, മുഴുവനായിട്ടില്ല. അടുത്ത ദിവസം പറയാം. എല്ലാവരും അതിന് തയ്യാറായിട്ട് വരൂ, കേൾക്കൂ, അതിന് തയ്യാറാവും. ഈ കേൾക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കുറിച്ച് വയ്ക്കണം വേണ്ടി വന്നാൽ. എന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കണം. നിങ്ങളുടെ പ്രതികരണം എന്താ എന്നുള്ളത് അറിയിക്കും വേണം. അപ്പോളേ ഇനി നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ സംസാരത്തിന് വേണ്ട സ്ട്രക്ചറും രൂപവും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ശരി.